പ്രതിഷ്ഠകളും ഒരു നാലമ്പലവും. ഇത് തുറവൂർ മഹാക്ഷേത്രം. മഹാവിഷ്ണുവിന്റെ 2 പ്രതിഷ്ഠകൾ തുല്യ പ്രാധാന്യത്തോടുകൂടി ഒരേ നാലമ്പലത്തിനുള്ളിൽ കുടികൊള്ളുന്ന പുണ്യക്ഷേത്രം. ഇങ്ങനെ പറയാൻ ഏറെയുണ്ട് ആലപ്പുഴ ചേർത്തലയിലെ തുറവൂർ എന്ന ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന തുറവൂർ മഹാക്ഷേത്രത്തിന്. നരസിംഹമൂർത്തിയെയും സുദർശനമൂർത്തിയെയും പ്രതിഷ്ഠിച്ചിരിക്കുന്ന അപൂർവ ക്ഷേത്രത്തിന്റെ അപൂർവ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. വടക്കനപ്പനും തെക്കനപ്പനുമുള്ള മഹാക്ഷേത്രം. മഹാവിഷ്ണുവിന്റെ പ്രശസ്തമായ 2 അവതാരങ്ങൾ ഒരു ക്ഷേത്രത്തിൽ കുടികൊള്ളുന്നു എന്നതാണ് തുറവൂർ മഹാക്ഷേത്രത്തെ മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത്. നരസിംഹമൂർത്തിയെ വടക്കനപ്പൻ എന്ന പേരിൽ വടക്കുവശത്തും സുദർശനമൂർത്തിയെ തെക്കൻ എന്ന പേരിൽ തെക്കുവശത്തുമാണ് ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ഈ 2 അവതാരങ്ങളും ഒരേ നാലമ്പലത്തിനകത്താണ് സ്ഥിതി ചെയ്യുന്നതെന്നതാണ് മറ്റൊരു പ്രത്യേകത. സുദർശനമൂർത്തിയുടെ പ്രതിഷ്ഠ ഇന്ത്യയിൽ തന്നെ ഏറെ അപൂർവമാണ്. കേരളത്തിൽ തുറവൂർ ക്ഷേത്രത്തെ കൂടാതെ തിരുവല്ല ക്ഷേത്രത്തിൽ മാത്രമാണ് സുദർശനമൂർത്തി പ്രതിഷ്ഠയുള്ളത്. കൃഷ്ണശിവയിൽ ചതുരബാഹു വിഷ്ണു വിഗ്രഹത്തിലാണ് സുദർശനമൂർത്തിയുടെ ചൈതന്യം ആവാഹിച്ചിരിക്കുന്നത്. മാത്രമല്ല, സാധാരണയായി സുദർശനമൂർത്തിയെ ചിത്രീകരിക്കുന്നത് 16 കൈകൾ ഉണ്ടെങ്കിലും ഇവിടെ 4 കൈകൾ മാത്രമേ കാണാൻ സാധിക്കൂ. 7-ാം നൂറ്റാണ്ടിൽ പ്രതിഷ്ഠിച്ചതാണ് ഇവിടുത്തെ നരസിംഹമൂർത്തിയുടെ പ്രതിഷ്ഠ എന്നാണ് കരുതപ്പെടുന്നത്. മഹാവിഷ്ണുവിന്റെ 4ാമത്തെ അവതാരമാണ് നരസിംഹമൂർത്തി. ഉഗ്ര നരസിംഹമൂർത്തിയെയാണ് ഇവിടെ ആരാധിക്കുന്നത്. കാശിൽ ശങ്കരാചാര്യരുടെ ശിഷ്യനായിരുന്ന പത്മപാദർ പൂജിച്ചിരുന്ന വിഗ്രഹമായിരുന്നു അത്ര ഇത്. പിന്നീട് ഇതിവിടെ എത്തിക്കുകയായിരുന്നു. അപൂർവങ്ങളായ ശില്പങ്ങളാലും ചുവർ ചിത്രങ്ങളാലും പ്രസിദ്ധമാണ് തുറവൂർ ക്ഷേത്രം. ഇവിടുത്തെ 2 ശ്രീകോവിലുകളിലും അപൂർവമായ ഒട്ടേറെ ചിത്രങ്ങളും കൊത്തുപണികളും കാണുവാൻ സാധിക്കും. ഗണപതിയെ പാലൂട്ടുന്ന പാർവതി, നന്ദിയുടെ പുറത്തേറിയ ശിവൻ എന്നിങ്ങനെ ഒട്ടേറെ ദാരുശില്പങ്ങൾ ഇവിടെ കാണുവാൻ സാധിക്കും. കൂടാതെ വ്യത്യസ്തങ്ങളും അപൂർവങ്ങളുമായ ഒട്ടേറെ ചുവർ ചിത്രങ്ങളും ഇവിടെയുണ്ട്. വിഷ്ണു ക്ഷേത്രങ്ങളിൽ വളരെ അപൂർവമായി മാത്രമേ വെടി വഴിപാട് നടത്താറുള്ളൂ. അത്തരത്തിലുള്ള ഒരു ക്ഷേത്രം കൂടിയാണ് തുറവൂർ മഹാക്ഷേത്രം.